ഒരേ സമയം അടിച്ചമർത്തലിൻ്റെയും അവകാശത്തിൻ്റെയും പ്രതീകമായി ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഹിജാബ് എന്ന ശിരോവസ്ത്രം ഓസ്ട്രേലിയയിൽ പുതിയൊരു നിയമ പോരാട്ടത്തിന് തിരികൊളുത്തുകയാണ്. രാജ്യത്തെ 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് നിർണായകമായ ഒരു നിയമം പാസാക്കി. കുട്ടികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനും അവരെ അടിച്ചമർത്തൽ നിന്ന് രക്ഷിക്കാനുമാണ് ഈ നടപടിയെന്ന് സർക്കാർ വാദിക്കുമ്പോൾ, ഈ നിയമം ഇറാൻ മുതൽ ഇന്ത്യ വരെ നീളുന്ന ആഗോള ഹിജാബ് സംവാദങ്ങൾക്ക് പുതിയതും സങ്കീർണവുമായ ഒരു തലം കൂട്ടിച്ചേർക്കുന്നു. ഓസ്ട്രേലിയൻ സർക്കാർ എടുത്ത ഈ നിർണായക തീരുമാനത്തിന് പിന്നിലെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളുടെ ക്ഷേമമാണ് നിയമത്തിൻ്റെ അടിസ്ഥാനമെന്ന് സർക്കാർ വാദിക്കുമ്പോൾ, ഈ നീക്കത്തെ വിമർശകർ സംശയത്തോടെയാണ് കാണുന്നത്. ഈ പുതിയ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ താഴെ പറയുന്നവയാണ്. അതായത് 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ശിരോവസ്ത്രമായി ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചു. ഈ നിയമത്തെ ന്യായീകരിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാരും പാർലമെൻറ്റും ശക്തമായ വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഹിജാബിനെ അടിമത്തത്തിൻ്റെ പ്രതീകം എന്ന് വിശേഷിപ്പിക്കുന്ന സർക്കാർ, ഇത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമല്ല, മറിച്ച് കുട്ടികളെ അടിച്ചമർത്തുന്നതിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് വ്യക്തമാക്കുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും അവരെ നിർബന്ധിച്ച് ഇത്തരം വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് ഈ നിയമമെന്നും സർക്കാർ വാദിക്കുന്നു. ഈ നിയമത്തിൻ്റെ വിശദാംശങ്ങൾ ഓസ്ട്രേലിയയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ വ്യക്തമാക്കുകയും ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിലെ അസാധാരണമായ യോജിപ്പുകൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നിയമത്തോടുള്ള ഓസ്ട്രേലിയൻ രാഷ്ട്രീയ രംഗത്തെ പ്രതികരണം സങ്കീർണവും ചേരിതിരിവുകൾ നിറഞ്ഞതുമായിരുന്നു. ഒരു വശത്ത് ഭരണപക്ഷവും പ്രധാന പ്രതിപക്ഷ കക്ഷിയും നിയമത്തെ പിന്തുണച്ചപ്പോൾ, മറുവശത്ത് ചെറിയ പാർട്ടികൾ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി. ഇത് രാജ്യത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും നിയമത്തോടുള്ള വിവിധ കാഴ്ചപ്പാടുകളെയും പ്രതിഫലിപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലെ പുതിയ ഹിജാബ് നിരോധനം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് രാജ്യത്ത് വർഷങ്ങളായി തുടരുന്ന നിയമപരവും സാമൂഹികവുമായ സംവാദങ്ങളുടെ തുടർച്ചയാണ്. ഈ ചരിത്രപരമായ പശ്ചാത്തലം നിലവിലെ നിയമത്തിൻ്റെ രൂപീകരണത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഏകദേശം 5 വർഷം മുമ്പ് ഓസ്ട്രേലിയൻ സർക്കാർ രാജ്യവ്യാപകമായി ഹിജാബ് നിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. അന്നും സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ സമാനമായിരുന്നു. ഹിജാബ് അടിച്ചമർത്തലിൻ്റെ പ്രതീകവും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എതിരുമാണ് എന്നാണ് വാദം. എന്നാൽ രാജ്യത്തെ പരമോന്നത കോടതി ആ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തി റദ്ദാക്കി. ആ വിധി സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു. പ്രായപൂർത്തിയായവർക്ക് മേലുള്ള നിരോധനം ഭരണഘടനാ വിരുദ്ധമാകുമെന്ന മുൻ കോടതി വിധി മറികടക്കാൻ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ മാത്രമായി നിയമം പരിമിതിപ്പെടുത്തിയത് സർക്കാർ ഒരു ബോധപൂർവമായ നിയമപരമായ തന്ത്രമാണ്. ഓസ്ട്രേലിയ സംഭവവികാസങ്ങളെ ഒരു വിശാലമായ ആഗോള പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട്. ഹിജാബ് എന്ന വസ്ത്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തികച്ചും വിപരീതമായ സംവാദങ്ങൾക്കാണ് തിരികൊളുത്തുന്നത്. ഇത് ഒരേ സമയം അടിച്ചമർത്തലിൻ്റെയും അവകാശത്തിൻ്റെയും പ്രതീകമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി ഇറാനിലേക്ക് വന്നാൽ, ഇവിടെ നിർബന്ധിത ഹിജാബ് നിയമത്തിനെതിരെ സ്ത്രീകൾ ജീവൻ പണയം വെച്ച് പോരാടുകയാണ്. വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ, അതായത് കർണാടകത്തിലേക്ക് വന്നാൽ, പ്രധാനമായും ഇതിന് നേർവിപരീതമായാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഹിജാബ് ധരിക്കുന്നത് പൊതുവായി വിലക്കിയിട്ടില്ല. എന്നാൽ കർണാടകം, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ യൂണിഫോം അല്ലെങ്കിൽ ഡ്രസ് കോഡ് നിർബന്ധമാക്കിയിട്ടുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിനായാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്നത്. ജനാധിപത്യ രാജ്യങ്ങളിൽ അവകാശ സംരക്ഷണത്തിനായുള്ള സമരമായി ഹിജാബ് മാറുമ്പോൾ, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ അത് ഭരണകൂട അടിച്ചമർത്തലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പായി മാറുന്നു. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിലാണ് ഓസ്ട്രേലിയയിൽ പുതിയ നിയമം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്ന പേരിൽ നടപ്പിലാക്കിയ ഈ നിരോധനം വരും നാളുകളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് ഉറപ്പാണ്.